കണ്ണൂർ കണ്ണാടിപ്പറമ്പ് നിന്നും ജില്ലാ ആശുപത്രി റൂട്ടിലേക്ക് സർവീസ് നടത്തുന്ന സംഗീത് ബസ്സിൽ യാത്രക്കാർക്ക് ഇനി കൂളായി യാത്ര ചെയ്യാം. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ശീതീകരണ സംവിധാനമാണ് ബസ്സിന്റെ പുതുമ. രാജ്യത്തെ തന്നെ ആദ്യത്തെ സോളാർ AC ബസ് എന്ന പ്രത്യേകതയും ഈ ബസ്സിനുണ്ട്. ഈ കൊടും ചൂടിൽ സ്വകാര്യ ബസ്സിലെ യാത്ര മടുത്തു തുടങ്ങിയോ? എങ്കിൽ ആശ്വാസകരമായൊരു പരീക്ഷണമാണ് കണ്ണൂരിൽ നടപ്പിലാക്കുന്നത്. നാട്ടിൻപുറത്ത് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ AC സംവിധാനമൊരുക്കുന്നത് പതിവുള്ള കാഴ്ചയല്ല. പൂർണ്ണമായും സോളാർ പാനലുകൾ ഉപയോഗിച്ചാണ് സംഗീത് ബസ്സിലെ ശീതീകരണ സംവിധാനം. 10 വർഷം മുമ്പാണ് പ്രവാസിയായ സതീഷ് സംഗീത് ട്രാവൽസിന് തുടക്കമിട്ടത്. ബസ് സർവീസ് പ്രതിസന്ധിയിലായതോടെയാണ് ശീതീകരണ സംവിധാനമെന്ന വേറിട്ട ആശയം മനസ്സിൽ വന്നത്. ബസ്സിന് മുകളിൽ സ്ഥാപിച്ച 3 സോളാർ പാനലുകളിൽ നിന്നാണ് AC പ്രവർത്തിപ്പിക്കാനുള്ള ഊർജം ലഭിക്കുന്നത്. എഞ്ചിനുമായി ബന്ധിപ്പിക്കാതെ സോളാർ വൈദ്യുതി നേരിട്ട് AC കംപ്രസറിലേക്ക് എത്തും. ഇത് ഇപ്പോൾ രാവിലെ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ഇട്ടാൽ ലാസ്റ്റ് വണ്ടി ഓഫാക്കിയാലേ അത് ഓഫാക്കുന്നുള്ളൂ. AC അതുവരെ ഫുൾ ടൈം AC തന്നെ ഇടില്ല. ചൂട് കാലത്ത് ഇപ്പോൾ പുറത്തുനിന്ന് ചൂടിൽ നല്ല ചൂടിൽ അകത്ത് കയറുമ്പോൾ ഒരു ലൈറ്റ് തണുപ്പടിക്കുമ്പോൾ ഉള്ള ഒരിത് ഇപ്പോൾ നല്ലൊരു ഇതാ പറയുന്നത് എല്ലാവരും. വീടുകളിലും മറ്റും ഉപയോഗിക്കുന്ന സ്പ്ലിറ്റ് AC കംപ്രസറാണ് ബസ്സിൽ ഉപയോഗിക്കുന്നത്. 1.5 ടണ്ണാണ് ശേഷി. ബസ് AC ആണെങ്കിലും യാത്രാ നിരക്കിൽ മാറ്റമില്ല. സാധാ എല്ലാ ബസ്സിലുള്ളത് തന്നെയാണ്. സാധാ ചാർജിന് AC ആയിട്ട് ചാർജിൽ മാറ്റമില്ല. ഈ ചൂടുള്ള സമയത്ത് ഇതുപോലെ ബസ്സുകൾ ഉണ്ടാകുമ്പോൾ ആൾക്കാർ ചെറിയ ചെറിയ വാഹനങ്ങൾ, കാറുകൾ അതുപോലത്തെ സംഭവങ്ങൾ ഒഴിവാക്കി ബസ്സിലേക്ക് യാത്ര ചെയ്യാൻ കൂടുതൽ ആൾക്കാർ വരും. എന്തായാലും AC ബസ്സിലെ ലോക്കൽ യാത്രയിൽ യാത്രക്കാരും ഹാപ്പി. ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. നല്ല തന്നെ. AC ബസ് ആദ്യമായിട്ടല്ല യാത്ര ചെയ്യുന്നത്. 5 ലക്ഷത്തോളം രൂപയാണ് AC സ്ഥാപിക്കാൻ അധികമായി ചിലവിടേണ്ടി വന്നത്. എന്തായാലും ഈ പരീക്ഷണം കേട്ടറിഞ്ഞ് മറ്റ് ബസ് ഉടമകളും സതീഷിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്കും ഇതിനു വേണ്ട സാങ്കേതിക സഹായം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് സതീഷ്. മീഡിയ 1 കണ്ണൂർ.